പറയുന്നത് നടൻ കൂടിയായ ദിലീപ് ആണ് എന്നും ആ ദിലീപ് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് എന്നുമുള്ള കുറ്റമാണ് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ പോയി എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബലത്തിൽ തന്നെയാണ്, അതായത് ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺസ്പിറസി, മോട്ടീവിന് കാരണമായ കോൺസ്പിറസി എന്ന് പറയുന്ന ആ ഒരു ഘടകം തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. ബനേഷ്, എന്തായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് അവരുടെ ജാമ്യം റദ്ദാക്കുകയും എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ പൾസർ സുനി അടക്കമുള്ളവർ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയിരുന്നു. നിലവിൽ ഈ ഒരു വിധി വന്നതോടുകൂടി 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കുകയും അവരുടെ കസ്റ്റഡിയിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിധി വരുന്നത് വരെ, അതായത് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് വരെ വരുന്ന 12-ാം തീയതി, വോട്ടെണ്ണലിന്റെ തലേ ദിവസമായ 12-ാം തീയതിയാണ് ഈ കോടതി ഇവർക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് വരെ ഇവരെ എറണാകുളം ജില്ലാ ജയിലിലേക്കാണ് മാറ്റുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ഈ ഒരു വളരെ കാലം നീണ്ടുനിന്ന വളരെ ബൃഹത്തായ ഒരു വിചാരണ നടന്ന, അതിലും ബൃഹത്തായ ഹർജികൾ വന്ന 90ഓളം ഹർജികൾ മാറി മാറി വന്ന ഒരു കേസിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. അതിൽ 8-ാം പ്രതിയായാണ് ചലച്ചിത്ര അഭിനേതാവ് കൂടിയായ നടൻ ദിലീപിനെ പ്രതിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഗൂഢാലോചന, അതായത് കൂട്ടബലാത്സംഗത്തിലേക്ക് നയിച്ച ഗൂഢാലോചന നടത്തി അതിന് കൊട്ടേഷൻ നൽകി, അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള 3 കുറ്റങ്ങളാണ് ദിലീപിന് മേലുണ്ടായിരുന്നത്. എന്നാൽ ഈ 3 കുറ്റങ്ങളും സംശയാതീതമായി തെളിയിക്കുന്നതിലും ഈ കുറ്റങ്ങൾ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ കുറ്റങ്ങൾ ചെയ്തു എന്ന് കോടതിയെ കൺവിൻസ് ചെയ്യിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപിനെതിരെയുള്ള ഈ കുറ്റങ്ങൾ കോടതി ദിലീപ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു 3 പ്രതികൾ മേസ്തിരി സനൽ, ശരത്ജി നായർ എന്നിവരും ഈ ഒരു കുറ്റവിമുക്തരാക്കപ്പെട്ടിട്ടുണ്ട്. പകരം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രമാണ് ഇപ്പോൾ കുറ്റവിമുക്തരല്ലാതെ കുറ്റക്കാരാണ് എന്ന് പ്രതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ 6 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. അവരെ ഇനി എറണാകുളം ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷന് ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഢാലോചന, ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. ആ കാര്യത്തിൽ അഭിഭാഷകർ പരാജയപ്പെട്ടു, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ബാലേന്ദ്രകുമാർ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ, അതടക്കമുള്ള തെളിവുകളും ഇതിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ആ രീതിയിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഒരു പരാജയം എന്നുള്ള നിലയ്ക്ക് അതിനെ കാണേണ്ടി വരുമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കൃത്യമായിട്ടുള്ള വിധി പ്രസ്താവം വന്നിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള വിധി, അവരുടെ ശിക്ഷാവിധി എന്താണ് എന്നുള്ളത് ഡിസംബർ 12-ാം തീയതി ആയിരിക്കും നൽകുക. അന്ന് അതിനു മുമ്പ് വിശദമായിട്ടൊരു വാദം കേൾക്കാനും സാധ്യതയുണ്ട്. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു, നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടൻ ദിലീപിനെ, 8-ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു, കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി സൂചിപ്പിച്ചിരിക്കുന്നു. അവരുടെ ശിക്ഷ എന്തായിരിക്കും എന്നുള്ളത് ഇനി അറിയിക്കും. 8, 9, 10, 15 പ്രതികളെ വെറുതെ വിട്ട കാര്യം കൂടി ഓർമ്മിക്കുക. 8, 9, 10, 15 പ്രതികളെ, ദിലീപ് അടക്കം 8, 9, 10, 15 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. 6 പ്രതികളാണ് ഇതിൽ കുറ്റക്കാർ എന്ന് കോടതി കൃത്യമായിട്ട് വിധിച്ചിരിക്കുന്നു. ഈ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഡിസംബർ 12-ാം തീയതി ആയിരിക്കും. അതായത് നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ തലേന്ന് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കും. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. ഈ 2017 ഫെബ്രുവരി 17 ശേഷമുള്ള ഈ 8 വർഷങ്ങൾക്ക് ശേഷം ഇതാ ദിലീപിന് കുറ്റക്കാരനല്ല, ദിലീപ് കുറ്റവിമുക്തനാണ് എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ തല ഉയർത്തിപ്പിടിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയുന്നു. ഇന്ന് കോടതിയിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടിയാണോ ദിലീപ് വന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. പക്ഷേ ചന്ദ്രക്കുറിയൊക്കെ തൊട്ട് വലിയ രീതിയിലുള്ള പ്രാർത്ഥനകൾ രാവിലെ നടത്തി അതിനുശേഷം വന്ന് ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചു പോകാം, ആ രീതിയിൽ ആശ്വാസത്തോടു കൂടി തിരിച്ചു പോകാവുന്ന രീതിയിലേക്ക് കാര്യം നൽകിയിരിക്കുന്നു. പക്ഷേ ബി സന്ധ്യ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നുള്ളതാണ്. ബി സന്ധ്യ അടക്കം ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമെന്ന് സൂചിപ്പിച്ചിരുന്ന സമയത്ത് അന്തിമവിധി ആയിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അപ്പീൽ നൽകുമെന്ന് ബി സന്ധ്യ സൂചിപ്പിച്ചിരിക്കുന്നു. കൂട്ടബലാത്സംഗം തെളിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൂട്ടബലാത്സംഗം നടന്നു, അതിൽ പ്രേരണാകുറ്റം നിലനിൽക്കും എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഈ വിധി പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട കുറ്റം ആരൊക്കെയെന്ന് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ദിലീപിനെ വലിയ ആഹ്ലാദാരവങ്ങളോടുകൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നു.
തൻ്റെ ആരാധകർക്കും നേരെ കൈ വീശിക്കാണിച്ചുകൊണ്ടാണ് ദിലീപ് കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ലഡു വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. വെളുത്ത വസ്ത്രം ധരിച്ചെത്തിയ ദിലീപ് ഇതാ അഭിഭാഷകരുടെ വലിയ നിരകൾക്കൊപ്പം ഇറങ്ങി വരികയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ന് ഉത്തരം പറയുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് വെറുതെ വിടപ്പെടുന്നു, കുറ്റവിമുക്തനാക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് അവർ കുറ്റക്കാരാണ് എന്ന് പ്രഖ്യാപിച്ചത് അതിനെ നിസ്സംഗതയോടും നിർവികാരതയോടും കൂടിയായിരിക്കും ഒരുപക്ഷെ പലരും കാണുക. പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ദിലീപിനെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കുന്ന ഒന്ന് എന്നുള്ള നിലയ്ക്ക് ആയിരുന്നിരിക്കണം. പക്ഷേ അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ദിലീപിനെതിരെ നിൽക്കുക എന്നത് തന്നെയായി കരുതിയിരുന്നവരെ സംബന്ധിച്ചിട്ട് വലിയ നിരാശയുടെ ദിവസമായിട്ട് ഇന്ന് മാറുന്നു. അതേസമയത്ത് ദിലീപ് പാവമാണ്, ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപിന് ഈ രീതിയിൽ ശിക്ഷ നൽകാൻ പാടില്ല, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ആഹ്ലാദകരമായിട്ടുള്ള വാർത്തയായിട്ട് അത് മാറുകയും ചെയ്യുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ട് മുന്നിൽ നിൽക്കുകയും ചെയ്യും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിട്ട്. കാരണം പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് കോടതി കൃത്യമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. വലിയ സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുകയും തനിക്ക് ചുറ്റും നിൽക്കുന്നവരുടെ നേരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കൈ വീശി കാണിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ദിലീപിനെ സംബന്ധിച്ചിട്ട് ഇത്രയും കാലം മലയാള സിനിമയിൽ നിന്ന് അടക്കം ഫോൺ വിളികളൊന്നും ഇല്ലാതിരുന്നവർ വിളിച്ച് സന്തോഷം പകരുകയും ഒക്കെ ചെയ്യുന്ന നിമിഷങ്ങളായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. അതിജീവിതയെ സംബന്ധിച്ചിട്ട് ഈ വിധി എങ്ങനെയാണ് അവർ നേരിടാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. മേൽക്കോടതിയെ സമീപിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരും അവരുടെ അഭിഭാഷകരും ആ തീരുമാനങ്ങളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. മാധ്യമങ്ങൾ ദിലീപിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഒരു ഭാഗത്ത് ദിലീപ് എന്ത് പറയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ പറച്ചിൽ അത് ഈ കേസിൻ്റെ തുടർ നടപടികളിലേക്ക് ഒരു തരത്തിലുള്ള വെളിച്ചവും വീശുന്നതായിരിക്കില്ല. എന്തായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഉള്ള ശിക്ഷ ഡിസംബർ 12-ാം തീയതി നൽകാൻ പോകുന്നു. ദിലീപിനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ 2017 ഫെബ്രുവരി 17 ശേഷം ഈ നിമിഷം വരെയുള്ള വലിയ ഒരു ഭാരം തലയിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. ഇനി മേൽക്കോടതിയല്ലേ, മേൽക്കോടതിയിലേക്ക് വരുമ്പോൾ ആ മേൽക്കോടതിയിലെ നടപടിക്രമങ്ങളെ നേരിടാനുള്ള വലിയ ആത്മവിശ്വാസം ലഭിക്കുന്നു. ദിലീപിൻ്റെ അഭിഭാഷകരെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള വക്കീൽ ഫീസ് ഇന്ന് വലിയ രീതിയിൽ ലഭിക്കും. പ്രത്യുപകാരം എന്നുള്ളതിലേക്കും കേസ് നടത്തിപ്പിൻ്റെ തുക എന്നുള്ളതിലേക്കുമൊക്കെ. എന്തായാലും നടി ആക്രമിച്ച കേസിന് താൽക്കാലികമായൊരു പരിസമാപ്തി. ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി എന്നാണ് ദിലീപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരേ ഒരു വാക്യം, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യവും. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് താൻ കുറ്റവിമുക്തനാക്കപ്പെട്ടതിനെക്കുറിച്ച് ദിലീപ് പ്രതികരിച്ചിരിക്കുന്നത്. ദൈവത്തിന് നന്ദി സൂചിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് അവിടെ നിന്നുള്ള ഈ ദൃശ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭാഷണങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് നമുക്ക് അല്പനേരം നോക്കാം. അതെ, ദൈവത്തിന് നന്ദി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് തത്സമയം ദിലീപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കോടതി മുറിയിൽ നിന്ന് ഇനി ദിലീപ് നിശ്ചയമായും ദിലീപിൻ്റെ തന്നെ ഇതുവരെയുള്ള പ്രവൃത്തി വെച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ദേവാലയങ്ങളിലേക്കോ ആരാധനാലയങ്ങളിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നടത്തിയ വഴിപാടുകൾ നടത്തേണ്ടതുണ്ട് ഒരു ഭാഗത്ത്. അതേസമയത്ത് അതിജീവിതയെ സംബന്ധിച്ചിട്ടും അവർക്കൊപ്പം നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടും മേൽക്കോടതികളെ സമീപിക്കുക, ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മുന്നിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയുന്ന രീതിയിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും? പോലീസ് കള്ളക്കഥ മെനഞ്ഞതാണ് എന്ന് ആരോപിക്കാൻ കഴിയുമോ? പോലീസിൻ്റെ കള്ളക്കഥകൾക്ക് ആ കള്ളക്കഥകളെ തകർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാൻ കഴിഞ്ഞോ? എന്തായാലും പോലീസ് കള്ളക്കഥ മെനഞ്ഞുവെന്നും ആ കള്ളക്കഥ തകർന്നു എന്നുമാണ് ദിലീപ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് നന്ദി എന്നുകൂടി ദിലീപ് സൂചിപ്പിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല,
നേരത്തെ ഈ വിഷയത്തിൽ നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ ശേഷം ചലച്ചിത്ര പ്രവർത്തകർ ഒരുമിച്ച് നടത്തിയ പ്രതിഷേധ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തെ പരോക്ഷമായിട്ട് പരാമർശിച്ചിരിക്കുകയാണ് ദിലീപ്. ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോടൊക്കെ നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമൻപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഗ്യ മാം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജയിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഒരുപാട് സന്തോഷം. അതെ, ദിലീപിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. ദിലീപ് തൻ്റെ കൂടെ നിന്നവർക്കെല്ലാം നന്ദി പറഞ്ഞിരിക്കുന്നു. പോലീസ് ഒരു കള്ളക്കഥ മെനയുകയായിരുന്നു എന്നാണ് ദിലീപ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ കള്ളക്കഥയുടെ പേരിലാണ് ഈ 7 വർഷവും തനിക്ക് ഈ രീതിയിൽ പോകേണ്ടി വന്നത്. പിന്തുണച്ച എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചിരിക്കുന്നു ദിലീപ്. പോലീസ് ഒരു കള്ളക്കഥ മെനഞ്ഞു എന്ന് ദിലീപ് പ്രതികരിച്ചിരിക്കുന്നു. കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷം ആനന്ദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഈ 7 വർഷവും തൻ്റെ കേസിൻ്റെ നാൾവഴികൾക്കൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറയുകയുണ്ടായി ദിലീപ്. ഇപ്പോൾ കോടതിയിൽ നിന്ന് ദിലീപ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ട് ഇതാ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ പോവുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദിലീപ് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുറ്റവാളിയെ പോലെ അല്ലാതെ ഇനി ഉള്ള ദിവസങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ദിലീപ് പ്രത്യക്ഷപ്പെട്ടു എന്നും വന്നേക്കാം. ദിലീപ് വന്ന ആ വാഹനം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നു. സത്യം ജയിച്ചു എന്നാണ് ദിലീപിൻ്റെ പ്രതികരണം. ജയിച്ച സത്യത്തിന് ആ വലിയ വില കൽപ്പിക്കുന്നു. കൂടെ നിന്ന എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുന്നു. ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നു. ആദ്യമേ ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ദിലീപ്. ആ രീതിയിൽ അങ്ങനെ പറയുന്നതിനിടയിൽ പരോക്ഷമായിട്ട് മഞ്ജു വാര്യരുടെ പ്രസംഗത്തെ പരോക്ഷമായിട്ട് പരാമർശിക്കുകയും ചെയ്തു ദിലീപ്. ക്രിമിനൽ പോലീസ് സംഘം, കുറ്റവാളികളായ പോലീസ് സംഘം മെനഞ്ഞ കള്ളക്കഥകളുടെ പിറകെ പോയിട്ടാണ് ഈ പറഞ്ഞ കേസ് ഇങ്ങനെ തനിക്ക് മേൽ ആരോപണങ്ങൾ ഉയർത്തി കുറ്റവാളിയാക്കി നിർത്തിയത് എന്ന് ദിലീപ് സൂചിപ്പിച്ചിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ചരിത്രപരമായിട്ടുള്ള വിധി പ്രസ്താവന വന്നിരിക്കുന്നു. ആ വിധി പ്രസ്താവന എന്ന് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് കുറ്റക്കാർ, ബാക്കിയുള്ളവർ കുറ്റക്കാരല്ല എന്നുള്ള നിലയ്ക്കാണ് ദിലീപ് ആ അർത്ഥത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ 6 പ്രതികളാണ് ഇതിൽ കുറ്റക്കാരായിട്ട് മാറിയിട്ടുള്ളത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു. കോടതിയിൽ നിന്ന് പ്രസാദ് കാളിദാസൻ, വിനയ, അതുല്യ എന്നിവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വാർത്തയുടെ തുടർ വാർത്തകൾ ധാരാളം വരേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട തുടർ വാർത്ത വരേണ്ടത് കൃത്യമായിട്ടും ഈ കേസിൽ ഏതൊക്കെ രീതിയിലുള്ള അനുബന്ധ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും. മേൽക്കോടതിയെ സമീപിക്കാൻ പോകുന്നത് എന്തൊക്കെ എന്നുള്ള നിലയ്ക്കായിരിക്കും. ആ രീതിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നാം കടന്നു പോകുന്നത്. ഇവർ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കുള്ള ശിക്ഷ 12-ാം തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നു.
1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞുവെന്നുമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് വിധിന്യായത്തിൽ പറയുന്നത്. ഇവർക്കുള്ള ശിക്ഷാവിധിയാണ് 12-ാം തീയതി പറയാൻ പോകുന്നത്. കേസിലെ 8-ാം പ്രതിയായിരുന്നു ദിലീപ്. ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പോലീസ് വലിയ രീതിയിലുള്ളൊരു കള്ളക്കഥ മെനഞ്ഞു, ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു, പോലീസിന്റെ കള്ളക്കഥ പൊളിഞ്ഞു എന്നാണ് ദിലീപ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. താൻ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷമുള്ള ദിലീപിന്റെ പ്രതികരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായിട്ട് നാം അതിനെ കാണണം. പോലീസ് കള്ളക്കഥ മെനഞ്ഞു, ആ കള്ളക്കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു, പോലീസിന്റെ കള്ളക്കഥ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് ദിലീപ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആരാധകർക്ക് നേരെ കൈവീശി കൊണ്ടാണ് ദിലീപ് മുന്നോട്ട് പോയത്. ഒപ്പം അഭിഭാഷകനുണ്ടായിരുന്നു, ദിലീപിന്റെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സനിൽകുമാറിന്റെ അഭിഭാഷകനായിട്ടുള്ള വ്യക്തിയുടെ വാക്കുകളാണ് ആ കാര്യം. എന്തായാലും പ്രതിഭാഗം മേൽക്കോടതിയിൽ അപ്പീൽ നൽകും. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ അഭിഭാഷകർ ആ രീതിയിൽ പ്രതിഭാഗം മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. കോടതിക്ക് പുറത്ത് ദിലീപിന്റെ ആരാധകർ വിതരണം ചെയ്യുന്ന ലഡു വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ദിലീപ് പുറത്തു വന്നത് ശേഷം ആണ് ഈ പ്രതികരണം നടത്തിയത്. ദിലീപ് മടങ്ങിയിരിക്കുന്നു, കോടതിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 12-ാം തീയതി ശിക്ഷ വിധിക്കും. 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു. NS സുനിൽ അഥവാ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം അഥവാ വടിവാൾ സലീം, പ്രദീപ് എന്നീ പ്രതികളാണ് കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഓർക്കുക, 2017 ഫെബ്രുവരി 17 അങ്കമാലിയിൽ വെച്ച് വാഹനത്തിൽ അതിക്രമിച്ചു കയറി നടിയെ പീഡിപ്പിക്കുകയും അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത എന്ന കേസിൽ കൂട്ടബലാത്സംഗം നടന്നു എന്ന് തന്നെ കോടതി കൃത്യമായും ഈ വിധി പ്രസ്താവത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അതുല്യ വിവരങ്ങൾ നൽകുന്നു. കേസിന്റെ നാൾവഴികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 15 പ്രതികളാണ് ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 അഭിഭാഷകരും 3 പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം 15 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 10 പ്രതികളാണ് വിചാരണ നേരിട്ടത്. അതായത് ചലച്ചിത്ര അഭിനേതാവായിട്ടുള്ള ദിലീപ് അടക്കം 10 പ്രതികളാണ് വിചാരണ നേരിട്ടത്. അതിൽ തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, 1-ാം പ്രതിയായ പൾസർ സുനി, അതായത് NS സുനി, അതുപോലെ തന്നെ മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജേഷ്, വടിവാൾ സലീം എന്ന സലീം, പ്രദീപ് എന്നിങ്ങനെയുള്ള 6 പ്രതികളാണ് ഈ ഒരു കുറ്റകൃത്യത്തിൽ, അതായത് ഓടുന്ന കാറിൽ വെച്ച് ഈ ഒരു നടിയെ ബലാത്സംഗം ചെയ്തു, കൂട്ടബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പ്രതികളാണ് ഇപ്പോൾ കുറ്റവിമുക്തരാകാതെ ഉള്ളത്. ബാക്കി 4 പ്രതികൾ, അതായത് ദിലീപ്, ചാർലി തോമസ്, ഇവരെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നതടക്കം പറയുന്ന 7-ാം പ്രതിയായിട്ടുള്ള ചാർലി തോമസ്, 9-ാം പ്രതിയായിട്ടുള്ള സനിൽകുമാർ അഥവാ മേസ്തിരി സനിൽ എന്നറിയപ്പെടുന്ന സനിൽകുമാർ, 10-ാം പ്രതിയായ ശരത് ജി നായർ എന്നിവരാണ് ഇതിൽ കുറ്റവിമുക്തരാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 അഭിഭാഷകർ, അതായത് അഭിഭാഷകനായിട്ടുള്ള രാജു ജോസഫ്, അഭിഭാഷകനായിട്ടുള്ള പ്രതീഷ് ചാക്കോ എന്നിവരെ ജില്ലാ കോടതി നേരത്തെ കുറ്റവിമുക്തരാക്കിയിരുന്നു. 3 പോലീസ് ഉദ്യോഗസ്ഥരെ മാപ്പു സാക്ഷികളുമാക്കിയിരുന്നു. അങ്ങനെ 15 പ്രതികളിൽ 6 പ്രതികൾ കുറ്റക്കാരൻ തെളിഞ്ഞിരിക്കുന്നു. 5 പ്രതികളെ നേരത്തെ മാപ്പു സാക്ഷികളാക്കുകയും വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ നടൻ ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ കൂടി കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഈ കോടതിയുടെ ഈ ഒരു ഉത്തരവിനെതിരെ, വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് ദിലീപിനെതിരെ ബലാത്സംഗം അടക്കമുള്ള കുറ്റം തെളിഞ്ഞിട്ടില്ല, അത് ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നുള്ള അതിനെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ള കോടതിയുടെ ആ ഒരു വിധിക്കെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കൃത്യമായും ഈ ഒരു കേസിൽ നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് പ്രോസിക്യൂഷനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ തന്നെ നമ്മൾ ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം ഈ ഒരു കേസിൽ ഗൂഢാലോചനയടക്കമുള്ള കാര്യങ്ങൾ ദിലീപ് നടത്തി, ഈ ഒരു ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ ദിലീപാണ് എന്നുള്ള ആ ഒരു കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു കാരണം ചൂണ്ടിക്കാണിച്ചാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ അതിനെതിരെ ഇപ്പോൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് വിശദമാക്കിയിട്ടുള്ളത്. പോലീസിനും അതുപോലെ തന്നെ പ്രോസിക്യൂഷനുമെതിരെ വലിയ ആരോപണങ്ങൾ ഇപ്പോൾ ഈ ഒരു വിധി
വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ നടനായിട്ടുള്ള ദിലീപ് ഉന്നയിച്ചിരുന്നു. അതായത് താനാണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചനയ്ക്ക് ഇരയായത്, തനിക്കെതിരെ പോലീസ് അടക്കമുള്ളവർ ചേർന്ന് ഗൂഢാലോചന നടത്തുകയായിരുന്നു. അതായത് ഈ കേസിൽ ശരിക്കും മുഖ്യപ്രതിയാകേണ്ടിയിരുന്ന ഒരു നടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തനിക്കെതിരെ പോലീസ് ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്നാണ് ദിലീപ് ഒരു വാദം ഉന്നയിച്ചത്. അത്തരത്തിൽ പോലീസിനെതിരെ അതാണ് ഒരു പക്ഷേ മഞ്ജു വാര്യരെ കുറിച്ചുള്ള പരാമർശം എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ പറയാവുന്നത്. അതായത് ഈ സംഭവം നടന്നതിന് ശേഷം അതിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് നടന്ന യോഗത്തിൽ